അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ അതീവ ഗുരുതര ആരോപണവുമായി യുവനടി രേവതി സമ്പത്ത്. തന്നെ ഹീനമായി സിദ്ദിഖ് ഉപദ്രവിച്ചു. പരാതിപ്പെട്ടതോടെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തി. പീഡനം പുറത്തു പറഞ്ഞാൽ ആരും ഒന്നും വിശ്വസിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും 24 എൻകൗണ്ടർ പ്രൈമിൽ നടി രേവതി സമ്പത്ത് വെളിപ്പെടുത്തി. എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത്, ഹീസ് ആൻ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പുറത്ത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്നെ വിശ്വസിക്കില്ല, നീ പോയി പറ, നീ എന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിഖിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. കാര്യം എനിക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇൻസേർഷൻ ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും സാരമില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു, അയാൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നു, എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു. 1 മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു. പുറത്തിറങ്ങി പോയ സമയത്താണ് ഇദ്ദേഹം, ഞാൻ അയാളുടെ പറഞ്ഞു ഞാനിത് റിപ്പോർട്ട് ചെയ്യും, ഞാനിത് പുറത്ത് പറയും എന്ന് പറയുമ്പോഴും അത്രയും എന്താണ് ആ പവർ എന്നൊക്കെ പറയുന്ന ഒരു അതോറിറ്റേറിയൻ ആക്റ്റായിരുന്നു. ലൈക്ക് ഹിസ് സോ എന്താ പറയുക, യു ഗോ ആൻഡ് say to anyone in this world, nobody will believe you. ആര് വിശ്വസിക്കാൻ നിന്നെയൊക്കെ, നീയൊക്കെ എന്താ, നീയൊക്കെ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ, നീ ആരോടോ പോയി പറയ്, എനിക്കിവിടെ എത്രയോ ആൾക്കാർ ഇവിടെ എന്നെ വിശ്വസിക്കുന്നു. ഒരു സൂപ്പർ സ്റ്റാർ തന്നോട് മോശമായി പെരുമാറിയെന്ന് നടി സോണിയ മൽഹാർ 24നോട് പറഞ്ഞു. തൊടുപുഴ ലൊക്കേഷനിൽ വെച്ച് തനിക്ക് നേരെ അതിക്രമമുണ്ടായി. ദുരനുഭവം ഭർത്താവിനോടും സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നതായും സോണിയ മൽഹാർ പറഞ്ഞു. അന്തരിച്ച ഒരു നടൻ മോശമായി പെരുമാറിയ കാര്യവും സോണിയ വിശദീകരിച്ചു. ടോയ്ലറ്റിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ ഒരാൾ ഹോൾഡ് ചെയ്യുക, ഭയന്ന് പോയി. ഒന്നാമത് ആ ലൊക്കേഷൻ തന്നെ ഇത്തിരി പേടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ പേടിച്ചു പോയപ്പോൾ നോക്കുമ്പം നമ്മളെ തലയ്ക്ക് മീതെ ഇങ്ങനെ നോക്കുമ്പം കാണുന്നത് അത്രയും വലിയ സൂപ്പർ സ്റ്റാറാണ്, ഒരു വലിയ നടനാണ്, അയാൾക്ക് ഫാമിലി ഉണ്ട്, അയാൾ ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ആളാണ്, ഇപ്പോൾ സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിൽ നിന്ന് ആ വിഷയം ഞാൻ വിട്ടതാണെങ്കിലും ഇത്തരം സന്ദർഭത്തിൽ അത് വീണ്ടും ഓർമ്മ വരികയാണ്. ഇതാണ് ഫസ്റ്റ് ഞാൻ പേടിച്ചു പോയൊരു അനുഭവം. തിരുവനന്തപുരത്ത് നിന്നും ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഹരി, 2 വെളിപ്പെടുത്തലുകളാണ് ഈ വൈകുന്നേരം പുറത്തു വരുന്നത്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ബംഗാളിൽ നിന്നൊരു നടി അവർക്ക് കേരളത്തിൽ നേരിട്ട ദുരനുഭവം മാധ്യമങ്ങളോട് പറഞ്ഞതിന് പിന്നാലെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ചർച്ചയായതിന് പിന്നാലെ ഇതാ കൂടുതൽ ആളുകൾ അവർ സിനിമയിൽ ലൊക്കേഷനിൽ സെറ്റിൽ നേരിട്ട ദുരനുഭവം, കൊടിയ പീഡനമൊക്കെ തുറന്നു പറഞ്ഞ് രംഗത്ത് വരികയാണ്. അപ്പോൾ ഇത് അവസാനിക്കുന്നില്ല, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണല്ലോ നമ്മൾ കരുതേണ്ടത്, അല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് മാധ്യമങ്ങളടക്കം അത് പരിശോധിച്ചപ്പോൾ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ നടുക്കുന്ന കാര്യങ്ങളാണ് കണ്ടത്. സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്, ലൈംഗിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അതിനു പിന്നാലെ ഓരോ ദിവസങ്ങളിലായി ഓരോ അഭിനേതാക്കൾ, അത് പുതിയ കാലത്തെയും പഴയ കാലത്തെയൊക്കെ അഭിനേതാക്കൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകളുമായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് ഈ ലൈംഗിക ചൂഷണമടക്കം, തൊഴിലിടത്തെ ചൂഷണമടക്കമുള്ള കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നു എന്നുള്ളതാണ്. ഇന്ന് ഈ 24ലൂടെ തന്നെ 2 പ്രധാനപ്പെട്ട അഭിനേതാക്കളാണ് ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്. അത് യുവ അഭിനേത്രിയായ രേവതി സമ്പത്ത്, ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറിയും താരവും കൂടിയായിട്ടുള്ള സിദ്ദിഖിനെതിരെയാണ് ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അത് ശാരീരികമായി തന്നെ പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു എന്ന തരത്തിലുള്ള ഗുരുതര ആരോപണം അവർ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു. അത് ഒരു സിനിമയുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ വിളിക്കുന്നു. ആ വിളിച്ചതിന് ശേഷം ഇത്തരത്തിൽ തന്നോട് പെരുമാറി ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. അതും ക്രൂരമായ പീഡനത്തിന് ഇരയാകേണ്ടി വന്നു എന്ന തരത്തിലുള്ള ആരോപണം അവർ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നേരത്തെ തന്നെ ഈ രേവതി സമ്പത്ത് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെയും പോസ്റ്റുകൾ ഇട്ടതാണെങ്കിൽ പോലും അത് അന്ന് അവർക്കത് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ആ തരത്തിൽ പോലീസിൽ പരാതിപ്പെടാനോ മറ്റും കഴിഞ്ഞില്ല. അതിനും ഈ സിനിമാ മേഖലയിലുള്ളവരുടെ ഉന്നതരായ ആളുകളുടെ സ്വാധീനമാണ് അതിന്
പിന്നിലെന്നുള്ളത് കൂടിയാണ് അവർ വെളിപ്പെടുത്തുന്ന കാര്യം. അതുമാത്രവുമല്ല, ഈ രേവതി സമ്പത്തിൻ്റെ തന്നെ സഹപ്രവർത്തകരായ വനിതാ സിനിമാ പ്രവർത്തകർക്ക് നേരെയും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിക്കുന്ന ആരോപണ വിധേയനായ നടൻ്റെ പക്കൽ നിന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി അവർ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതും ഏറ്റവും ചെറിയ പ്രായത്തിൽ അത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റ് സോണിയ മൽഹാർ എന്നൊരു നടി കൂടി ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ഒരു യുവതാരം ഇത്തരത്തിൽ തന്നോട് ഒരു സെറ്റിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഇന്ന് 24-ന്റെ എൻകൗണ്ടർ പ്രൈമിലൂടെ പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിൽ ദിവസങ്ങൾ കഴിയുന്തോറും ഓരോ വെളിപ്പെടുത്തലുകളായി ഈ സിനിമയിൽ അഭിനേതാക്കളെല്ലാം ഇത്തരത്തിൽ, അത് പ്രത്യേകിച്ച് ഈ വനിതാ സിനിമാ പ്രവർത്തകർ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് എന്നുള്ളത് ഏറ്റവും അധികം നാണക്കേടുണ്ടാക്കുന്ന ഒരു സാധ്യതയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെയും ഈ ബംഗാളി നടിയായിട്ടുള്ള ഒരാൾ അവർക്ക് കേരളത്തിൽ വെച്ചുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞു. അതിനുള്ള വിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പേ, അല്ലെങ്കിൽ അതൊഴിയും മുമ്പേ അടുത്ത ആരോപണങ്ങൾ ഉയർന്നു. അതും മലയാളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനെതിരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ നിയമ നടപടികൾക്കൊന്നും രേവതി സമ്പത്ത് പോകുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുമ്പ് അവർ പോയിരുന്ന സമയത്ത് ഈ സിനിമാ മേഖലയിലെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് അത് തടഞ്ഞു അവർ. അതിനുശേഷം അവരുടെ ജീവിതം തന്നെ, അതായത് ഈ അവസരങ്ങൾ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സിനിമ വലിയ സ്വപ്നം കാണുന്ന ഒരാളാണ്. അത്തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. ശരി ഹരീഷ്, എന്തായാലും സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു? ഇപ്പോൾ ബംഗാളിൽ നിന്ന് വന്ന ആ വെളിപ്പെടുത്തലിൽ നടിയോട് വിവരങ്ങൾ തേടി അതിൽ തുടർ നടപടികൾക്ക് പോലീസ് ഒരുങ്ങുന്നു എന്ന് വിവരം വരുന്നു. ഒപ്പം ഇപ്പോൾ ഇത്തരം വിവരങ്ങൾ പങ്കുവച്ച മലയാള സിനിമയിലെ താരങ്ങളോട്, അഭിനേത്രികളോട് വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ കേസിലും അല്ലെങ്കിൽ അവരുടെ ആരോപണങ്ങളിലും അവരുടെ പരാതികളിലും പോലീസ് ഇടപെടുമോ എന്നാണ് അറിയേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു, മലയാള സിനിമയിലെ ചില ലൊക്കേഷനുകൾ, ചില സെറ്റുകൾ ഇന്ത്യയിലെ ഒരു നിയമങ്ങളും ബാധകമല്ല എന്ന മട്ടിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരം സെറ്റുകളിൽ ക്രിമിനൽ കേസുകൾ എടുക്കാവുന്ന ക്രൈമുകൾ നടക്കുന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് വെളിച്ചം വീശുന്ന, അത് ശരിവെക്കുന്ന വെളിപ്പെടുത്തലുകളും പരാമർശങ്ങളുമാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്, തിരുവനന്തപുരം.